നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാരെ നമ്മൾ കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ലൈഫ് പരാജയമാണോ, അല്ലെങ്കിൽ നമ്മൾ ഇതുവരെ ഒന്നും ആയിട്ടില്ലല്ലോ. നമ്മൾ ഓരോ ദിവസവും നമ്മൾ ഇമ്പ്രൂവ് ചെയ്യുന്നു എന്നുള്ള അറിവ് മാത്രം മതി നമ്മളെ സക്സസ് ആണെന്ന് നമുക്ക് തീരുമാനിക്കാം. ഇന്നലത്തെക്കാളും 1% ബെറ്റർ ആയി കഴിഞ്ഞാൽ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്ന ആ ഒരു ബ്രേക്ക് ത്രൂ പോയിന്റിൽ നമ്മൾ എത്തും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. സ്റ്റീവ് ജോബ്സ് പറഞ്ഞിട്ടുണ്ട്, ഈ ഓവർനൈറ്റ് സക്സസ് എന്ന് പറയുന്നത് സൂക്ഷിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാവും അത് വർഷങ്ങളുടെ പ്രയത്നഫലമാണ് എന്നുള്ളത്. ബ്രേക്ക് ത്രൂവിലേക്ക് എല്ലാവരും എത്തുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ നിരാശയുടെ താഴ്വരയിലൂടെ സഞ്ചരിച്ചിട്ട് തന്നെയാണ് ബ്രേക്ക് ത്രൂ പോയിന്റിലേക്ക് എത്തിക്കുന്നത്. ഈ ഒരു യാത്രയിലൂടെ പോകുമ്പോഴത്തേക്കും നമ്മുടെ ചുറ്റുമുള്ള ആളുകളെ പരിഹസിക്കുന്ന ആൾക്കാരുണ്ടാവാം. അതായത് അവർ ചിലപ്പോൾ നമ്മളെ കമ്പയർ ചെയ്യും, നീ ഇതുവരെ ഒന്നും ആയിട്ടില്ലല്ലോ. പക്ഷേ ഇവരെ ആരെയും നമ്മൾ കൺവിൻസ് ചെയ്യാൻ ഒരിക്കലും നോക്കരുത്. നമ്മൾ കൺവിൻസ് ചെയ്യാന്ന് പറയുന്നത് നമുക്ക് ഏറ്റവും വലിയ ബുദ്ധിമുട്ടാണ്. കാരണം ചിലപ്പം നമ്മുടെ ഇമ്മീഡിയറ്റ് ഫാമിലി മെമ്പേഴ്സ് ആയിരിക്കാം, ചിലപ്പോൾ പേരൻസ് ആയിരിക്കാം, ചിലപ്പോൾ നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാർക്ക് ഫ്രണ്ട്സ് ആയിരിക്കാം. അവർ നോക്കുമ്പോൾ, അല്ലെങ്കിൽ ചിലപ്പോൾ ഈവൻ നമ്മൾ നോക്കുമ്പോൾ പോലും നമ്മുടെ പ്രോഗ്രസ് കാണുന്നില്ലായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാർ നോക്കുമ്പോൾ ഒരു പ്രോഗ്രസും കാണുന്നുണ്ടായിരിക്കില്ല നമ്മുടെ കയ്യിൽ. നമ്മുടെ ഇന്റേണൽ വർക്ക് എന്ന് പറയുന്നത് നമുക്ക് മാത്രം അറിയാം. നമ്മുടെ പ്രധാന ജോലി എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലുള്ള വർക്കാണ്. നമ്മൾ എത്താൻ പോകുന്ന ആ പ്രദേശത്തെ കാഴ്ചകൾ തലച്ചോറിനെ കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ജോലി.